മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യമന്ത്രി തഹാവൂർ റാണ പങ്ക് സമ്മതിച്ചെന്ന സൂചന. ആക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും പാക് സേനയുടെ വിശ്വസ്തനായിരുന്നു താനെന്നും തഹാവൂർ റാണ വെളിപ്പെടുത്തിയെന്നാണ് വിവരം. മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലാണ് നിർണായക വെളിപ്പെടുത്തൽ. അച്യുതൻ ഡൽഹിയിൽ ചേരുന്നു. അച്യുതൻ, ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് പോളിസികളെല്ലാം കടന്നുകൊണ്ട് അതിലെല്ലാം കൃത്യമായി വിജയിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഈ പറയുന്ന തഹാവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ചത്. ചോദ്യം ചെയ്യൽ കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ തേടിയിരുന്നു. ആ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണത്തിൽ പാക് ISI സംഘടനകളുടെ സൈന്യത്തിന്റെ പങ്ക് കേന്ദ്രീകരിച്ചായിരുന്നു ഈ പറയുന്ന തഹാവൂർ റാണയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പരിശോധനയും. സുഹേൽ, തീർച്ചയായിട്ടും തുടക്കത്തിൽ NIA ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ ഉള്ള ഒരു രീതിയായിരുന്നു തഹാവൂർ റാണ നടത്തിയിരുന്നത്. ഒരു തരത്തിലുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പങ്ക് വ്യക്തമാക്കുന്ന ഒരു വെളിപ്പെടുത്തലും തഹാവൂർ റാണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. നിലവിൽ മുംബൈ ക്രൈംബ്രാഞ്ച് നടത്തിയ ചോദ്യം ചെയ്യലാണ് ചില വെളിപ്പെടുത്തലുകൾ തഹാവൂർ റാണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് തൻ്റെ പങ്ക് സമ്മതിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. അതിലൊന്ന്, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിശ്വസ്തനായിരുന്നു താൻ എന്ന് തഹാവൂർ റാണ വെളിപ്പെടുത്തിയതായാണ് വിവരം. ഈ ആക്രമണം 2008 മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നു എന്ന് റാണ സമ്മതിച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2003, 2004 കാലഘട്ടങ്ങളിൽ താനും ഹെഡ്ലിയും ലഷ്കർ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വരികയാണ്. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പങ്കുണ്ടെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി റാണ കൈമാറിയതായാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഉന്നയിച്ച സംശയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുള്ള ഇതിലെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പങ്ക്, ISIയുടെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നതായിരിക്കും ഈ മൊഴി അല്ലെങ്കിൽ ഈ തഹാവൂർ റാണ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ. എന്തായാലും തുടർന്നും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. സുഹൈൽ, അശ്വൻ, ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് വിജയം കൂടിയായിരുന്നു ഈ പറയുന്ന തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. ഇപ്പോൾ ഈ സൈന്യത്തിന്റെ ഏജന്റ് ആയിരുന്നുവെന്നും ലഷ്കർ ഇ തോയ്ബ ക്യാമ്പിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ പാകിസ്ഥാന്റെ ഭീകരമുഖം ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്ത്യക്ക് ഒരു അവസരം കൂടി കിട്ടുന്നു. അതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തഹാവൂർ റാണ എന്ന മുഖ്യ ആസൂത്രകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്? സുഹൈൽ, അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ മുന്നോട്ട് വച്ചത് ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ട്, വ്യക്തമായ പങ്കുണ്ട് എന്നത് തന്നെയാണ്. ഇതിനെ കുറച്ചുകൂടി ഇന്ത്യയുടെ ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ തഹാവൂർ റാണ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഇതിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പങ്കുണ്ട് എന്ന് തഹാവൂർ റാണ പറയുന്നു. ആക്രമണം നടക്കുമ്പോൾ തഹാവൂർ റാണ മുംബൈയിൽ ഉണ്ടായിരുന്നു. ഈ പല സ്ഥലങ്ങളിലായിരുന്നു ഭീകരാക്രമണം നടന്നത്. അവിടെയെല്ലാം തഹാവൂർ റാണ ഇതിനു മുൻപ് പോയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം ഹെഡ്ലിയുമായിട്ടുള്ള പങ്ക് അത് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങൾ കൂടി റാണ പങ്കുവയ്ക്കുന്നുണ്ട് എന്നതാണ്. ലഷ്കർ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാക് സൈന്യത്തിൻ്റെ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന, ഇന്ത്യയുടെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ആ ഒരു മൊഴി എന്നത് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. ഒരു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ നിലവിൽ ഈ മുംബൈ ഭീകരാക്രമണ സമയത്ത് സഞ്ചരിച്ച വഴികൾ, അവിടെ താമസിച്ചിരുന്നത് ഉൾപ്പെടെയുള്ളവ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ കൃത്യമായ പങ്ക് പാകിസ്ഥാനുണ്ട് എന്നത് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. സുഹൈൽ, മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കില്ല എന്ന പാകിസ്ഥാന്റെ വാദം അടിമുടി പൊളിയും. ഇന്ത്യക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ കൃത്യ പങ്കിനെക്കുറിച്ച്. ആ പങ്കിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് തഹാവൂർ റാണയിൽ നിന്ന് അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് അടക്കം തേടിയിരിക്കുന്നത്. കൃത്യമായ ഉത്തരങ്ങൾ തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.